ഒരു പോഡ്കാസ്റ്റ് അതിന്റെ അവതരണ ഘട്ടത്തിൽ അതിഥിയുടെ പേഴ്സണൽ ട്രാക്ക് അനാവരണം ചെയ്യുമ്പോൾ തന്നെ കേരള രാഷ്ട്രീയത്തിലും കേരള ബിസിനസ് നിക്ഷേപ ലോകത്തും ഇജാതി ഒരു അഡാർ ഐറ്റം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് വിമർശകർക്കും തോന്നി തുടങ്ങിയാൽ ആ വ്യക്തി ലോഞ്ച് പാഡിലെത്തിയ ലോഡഡ് ഫാൽക്കൺ ആണെന്ന് ഉറപ്പിക്കാം. കൗണ്ട് ഡൗൺ സീറോയിൽ എത്തുമ്പോൾ ഫാൽക്കൺ അതിന്റെ പവർ കാണിക്കും. ആ സമയം വരെ രാജീവ് ചന്ദ്രശേഖർ എന്ന ടെക്നോക്രാറ്റ് പൊളിറ്റീഷ്യൻ ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയാതെ പറയുന്ന ഒരു പോഡ്കാസ്റ്റ്. 35 വയസ്സായപ്പോഴേക്കും ഇന്ന് 20,000 കോടി വിലമതിപ്പുണ്ടാവുന്ന BPL ടെലികോം കമ്പനി വിറ്റ് ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന മറ്റൊരു മൂലധന നിക്ഷേപ കമ്പനിയിലേക്ക് മാറി അവിടെ നിന്നും മുഖ്യധാര രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ BJP സാരഥിയാവുമ്പോൾ 60 വയസ്സ്. ആറക്ക സംഖ്യ ഒരുമിച്ച് വായിച്ചാൽ കേരളം മൊത്തം തലയിൽ കൈവയ്ക്കുന്ന ശിവൻകുട്ടി എന്ത് കണ്ടിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ വെല്ലുവിളിക്കുന്നത്? രാജീവ് ചന്ദ്രശേഖരന്റെ ഇന്റർവ്യൂ ശിവൻകുട്ടി കണ്ടാൽ എന്ത് വിഷയമാണ് രാജീവ് ചന്ദ്രശേഖരിൽ നിന്ന് ജനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാവും. ആ വിഷയം സംസാരിക്കണമെങ്കിൽ ശിവൻകുട്ടിയോ കേരള രാഷ്ട്രീയത്തിലോ നിലവിൽ ആരുമില്ല. പിന്നെ ഇതുപോലെ 10 അക്ഷരം പഠിച്ച് ആവശ്യത്തിനുള്ള റിസർച്ചും നടത്തി ചോദ്യങ്ങൾ കൃത്യമായി അതിഥിയോട് പ്രൊഫഷണൽ രീതിയിൽ സംസാരിക്കുന്ന ഇന്റർവ്യൂവറെ കണ്ടെത്തണം. അതുവരെ ശിവൻകുട്ടി പരീക്ഷ എഴുതി മരിക്കുകയുള്ളൂ. പോഡ്കാസ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷെരീഫ് ഷംസുദ്ദീൻ എന്ന ഇന്റർവ്യൂവറിന്റെ ആറ്റിറ്റ്യൂഡാണ്. പഠിച്ചിട്ട് ആവശ്യത്തിനുള്ള ചോദ്യങ്ങളുമായി വന്നിരിക്കുക, ശക്തമായും വ്യക്തമായും അത് ചോദിക്കുക, അനാവശ്യമായ ഇടപെടലുകൾ നടത്താതെ കേട്ടിരിക്കുക, അതിഥിയുടെ കംഫർട്ട് സോണിൽ നിൽക്കുക, കൃത്യസമയത്തിനുള്ളിൽ ഓരോ ഘട്ടവും നിർത്തുക, രാഷ്ട്രീയം പക്വതയോടെ സംസാരിക്കുക. ഇതൊക്കെ തന്നെയായപ്പോൾ അയാളും ഒരു കില്ലാടിയാണെന്ന് മനസ്സിലായി. പക്ഷെ ഏറ്റവും വിഷമിപ്പിച്ചത് ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ ഷെരീഫ് ഒരു ജാമ്യം എടുക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: എന്റെ പേര് കണ്ടാരും ചാപ്പയടിക്കലേ എന്നർത്ഥത്തിൽ ആ അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ കൊണ്ടെത്തിച്ച പ്രബുദ്ധർക്ക് നടുവിരൽ നമസ്കാരം. ഇവിടെ ആര് സ്കോർ ചെയ്തു എന്നതിലല്ല, ഒരു പോഡ്കാസ്റ്റ് ഗിമിക്കുകളൊന്നുമില്ലാതെ അതിന്റെ ലക്ഷ്യത്തിൽ എത്തിയത് കൊണ്ട് 2 പേർക്കും സന്തോഷമായി പിരിയാൻ പറ്റി. കേട്ടിരിക്കുന്നവർക്ക് വ്യക്തിത്വങ്ങളെ മനസ്സിലാവുകയും ചെയ്തു. നിങ്ങൾക്കിപ്പം എങ്ങനെയുള്ള ഒരു ഭരണാധികാരിയെയാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം രാജീവ് ചന്ദ്രശേഖർ എന്ന കേരള BJP പ്രസിഡന്റിന്റെ കടന്നു വന്ന വഴികളിലൂടെ സഞ്ചരിച്ചിട്ടേ തീരുമാനിക്കാവൂ. അരവിന്ദയും മുക്കാൽ തട്ടിപ്പുമായി നടക്കുന്ന പരമ്പരാഗത നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ മുന്നിലേക്ക് നരേന്ദ്രമോദി രാജീവ് ചന്ദ്രശേഖരനെ വെച്ചു നീട്ടിയത് കേരളത്തിന്റെ തലച്ചോർ കടല് കടക്കുന്നത് കണ്ടിട്ട് തന്നെയാണ്. കടല് കടന്ന തലച്ചോറിനെ തിരികെ എടുത്ത് പിന്നെയും സ്വന്തം രാജ്യത്തിന്റെ വിഭവശേഷി മുതലാക്കിയ വരുത്തിനെ തന്നെ മുന്നിലേക്ക് വെച്ചത് കേരളത്തിന്റെ പവർ സൈഡ് എന്താണെന്ന് അയാൾ തിരിച്ചറിഞ്ഞിട്ടാണ്. പണം കൊണ്ടും തലച്ചോറ് കൊണ്ടും നിക്ഷേപകൻ എന്ന നിലയിലും വിജയം നേടി ഇപ്പോഴും വിജയിച്ചു തന്നെ നിൽക്കുന്ന, തോൽപ്പിക്കാൻ കഴിയാത്ത ഒരാളെ നിങ്ങൾക്ക് വേണ്ടി വെയില് കൊള്ളിക്കുന്നതും അയാൾ മോദിയുടെ വാക്കും കേട്ട് തേരാപ്പാര വികസനം പറഞ്ഞ് നടക്കുന്നതും അയാൾക്കൊരു സ്ഥാനം കിട്ടാൻ വേണ്ടിയാണെന്ന് കരുതുന്നുണ്ടോ? അയാൾക്ക് കിട്ടേണ്ടതെല്ലാം കൊടുത്തു വാങ്ങേണ്ട അംഗീകാരമെല്ലാം വാങ്ങിയാണ് നിങ്ങളുടെ മുന്നിൽ ഈ 61 വയസ്സിൽ നിൽക്കുന്നത്. അറിഞ്ഞു വേണം രാഷ്ട്രീയം വിവക്ഷിക്കാൻ. ചോയ്സ് ഈസ് യുവേഴ്സ്. രാജീവ് ചന്ദ്രശേഖരനെ രാഷ്ട്രീയപരമായി നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലേലും ബിൽഗേറ്റ്സിനൊപ്പം സഹമുറിയനായവനെ ഇന്റലിന്റെ പെന്റിയം ഡിസൈനിലും പിന്നെ ടെലികോം മേഖലയിലും ക്യാപിറ്റൽ മേഖലയിലും അവസാനം തന്നോട് കൈക്കൂലി ചോദിച്ച അതേ മന്ത്രിയുടെ ഓഫീസിലിരുന്ന് സിലിക്കൺ പ്ലാനറ്റിന് വരെ സൈൻ ചെയ്യാൻ ഭാഗ്യമുണ്ടായവന്റെ ജാതകത്തിലെ ശുക്രനെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. വേണേൽ ആ ഭാഗ്യത്തെ, ആ വിഷനെ നിങ്ങളുടെ തലമുറയ്ക്കായി പകുത്തെടുത്ത് നൽകാം. അതിന് വോട്ടിംഗ് മെഷീൻ കാണുമ്പോൾ കള്ളക്കാവടികളിലേക്ക് വിരൽ തിരിഞ്ഞു പോകരുതേ. അത്രേ വേണ്ടൂ, വേണേൽ പരിഗണിക്കാം. അല്ലെങ്കിൽ വയസ്സുകാലത്ത് പിള്ളേര് വല്ല രാജ്യത്തും കിടക്കും. നിങ്ങൾ ഇവിടെ കിടന്ന് അവരെ ഒരു നേരം കാണാൻ കഴിയാതെ ഇൻകുലാവും രഘുപതി രാജാറാവും പാടി മരിക്കാം. വിസ്ഡം ഈസ് യുവേഴ്സ്, നോട്ട് അതേഴ്സ് ടു.